ഇമ്പോർട്ടഡ് ഫർണിച്ചർ വാങ്ങിക്കുമ്പോഴും ലോക്കലി അവൈലബിൾ ആയിട്ടുള്ള ഫർണിച്ചറും മേടിക്കുമ്പോൾ ഒരു ഉപഭോക്താവ് വേണ്ട പരിഗണന അല്ലെന്നുണ്ടെങ്കിൽ അതിന് എന്തൊക്കെ പ്രയോജനങ്ങളുള്ളതെന്ന് ചോദിച്ചാൽ, ഇമ്പോർട്ടഡ് ഫർണിച്ചർ എന്ന് പറഞ്ഞാൽ ഇതിന് വാറണ്ടി പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ട് തന്നെയാണ്. ഇപ്പോൾ ചൈനയിൽ നിന്നും മറ്റ് സ്ഥലങ്ങളിൽ നിന്നൊക്കെ നമ്മൾ പല ഫർണിച്ചറുകൾ ഇവിടെ വരുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ നമ്മൾ ഇവിടെ വാറണ്ടി കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100% പോസിബിൾ അല്ല. അത് തന്നെയാണ് എടുത്ത് പറയേണ്ടത്. ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ലോക്കലി മെയ്ഡ് ഫർണിച്ചർ വളരെ വ്യത്യാസം വന്നിരിക്കുകയാണ്. ചൈനയിലെ പല മോഡൽസുമാണ് ഇപ്പോൾ ഇവിടെ കോപ്പി അടിക്കാനും അതുപോലെ ആ കോപ്പി സെയിം മോഡൽ തന്നെ ഇവിടെ മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതേ മോഡൽ തന്നെ നമുക്ക് ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടുന്ന് മാനുഫാക്ചർ ചെയ്ത ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഉള്ള ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഫുൾ സപ്പോർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞാൽ അതിന് വാറണ്ടി സർവീസ് ചെയ്യാനും അതിന് ആ വാറണ്ടി പീരീഡ് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു പെയ്ഡ് സർവീസ് എന്നുള്ള രീതിയിലൊക്കെ ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കും. ഇമ്പോർട്ടഡ് പ്രൊഡക്ട്സിൽ നമുക്ക് അത് സാധ്യമല്ല. ഇതാണ് മേജർ ആയിട്ടുള്ള അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആയിട്ട് വരുന്നത്.